ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ ലൂക്ക 19 അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 48. 19 അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ? ഉത്തരം സക്കേവൂസിൻ്റെ ഭവനത്തിൽ, 10 നാണയത്തിൻ്റെ ഉപമ, ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം, ദേവാലയ ശുദ്ധീകരണം. അന്ധന് കാഴ്ച നൽകിയ ശേഷം യേശു ഏത് സ്ഥലത്തേക്കാണ് പ്രവേശിച്ചത്? ഉത്തരം ജെറീക്കോ. ജെറീക്കോയിൽ ഉണ്ടായിരുന്ന വ്യക്തി ആര്? ഉത്തരം സക്കേവൂസ്. സക്കേവൂസ് ആരെന്നാണ് വിശുദ്ധ ലൂക്ക പറയുന്നത്? ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും. സക്കേവൂസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഉത്തരം യേശു ആരെന്ന് കാണണമെന്ന്. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണാൻ സക്കേവൂസിന് സാധ്യമാകാത്തതിന് കാരണമെന്ത്? ഉത്തരം പൊക്കം കുറവായിരുന്നതിനാൽ. യേശുവിനെ കാണാൻ സക്കേവൂസ് ഏതു മരത്തിലാണ് കയറിയിരുന്നത്? ഉത്തരം സിക്കമോർ മരത്തിൽ. സിക്കമോർ മരത്തിന് ചുവട്ടിലെത്തിയ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞതെന്ത്? ഉത്തരം സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കാ സുവിശേഷത്തിലെ 19 അധ്യായത്തിൽ യേശുനാഥൻ പേരു ചൊല്ലി വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം സക്കേവൂസിനെ. സിക്കമോർ മരത്തിൽ നിന്ന് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ സക്കേവൂസ് സ്വീകരിച്ചത് ആരെയാണ്? ഉത്തരം യേശുനാഥനെ. ചുങ്കക്കാരനും ധനികനുമായ സക്കേവൂസ് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവിടുന്ന് അവൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നത് കണ്ടവരെല്ലാം പിറുപിറുത്തത് എന്താണ്? ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് ദരിദ്രർക്ക് കൊടുക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഉത്തരം സ്വത്തിൽ പകുതി. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നുവെന്നാണ് സക്കേവൂസ് പറയുന്നത്? ഉത്തരം 4 ഇരട്ടിയായി. സക്കേവൂസിന്റെ ഭവനത്തിന് കർത്താവായി യേശു നൽകുന്ന വാഗ്ദാനം എന്ത്? ഉത്തരം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സക്കേവൂസിനെ ആരുടെ പുത്രനായിട്ടാണ് യേശു വിശേഷിപ്പിക്കുന്നത്? ഉത്തരം അബ്രാഹത്തിന്റെ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. വിശുദ്ധ ലൂക്ക 19 അധ്യായം 10 വാക്യം എന്ത്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. 10 നാണയങ്ങളുടെ ഉപമ പറയുമ്പോൾ യേശു ഏതു പ്രദേശത്തിന് സമീപത്തായിരുന്നു? ഉത്തരം ജെറുസലേമിന് സമീപം. യേശു 10 നാണയങ്ങളുടെ ഉപമ പറയുന്നതിന് കാരണമെന്തായിരുന്നു? ഉത്തരം 1 യേശു ജെറുസലേമിന് സമീപത്തായിരുന്നു. 2 ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിച്ചിരുന്നു. 10 നാണയങ്ങളുടെ ഉപമയിൽ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ആരാണ്? ഉത്തരം ഒരു പ്രഭു. പ്രഭു ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിക്കുന്നത്? ഉത്തരം 10 നാണയം. ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രഭു പറഞ്ഞതെന്താണ്? ഉത്തരം ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. രാജപദവി സ്വീകരിക്കാൻ പോയ പ്രഭുവിനെ വെറുത്തിരുന്നതാര്? ഉത്തരം അവൻ്റെ പൗരന്മാർ. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി ഭൃത്യന്മാർ അവൻ്റെ പിന്നാലെ അയച്ചത് ആരെയാണ്? ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ. ഒന്നാമൻ താൻ വ്യാപാരം ചെയ്ത് എത്ര കോടി സമ്പാദിച്ചിരിക്കുന്നു എന്നാണ് യജമാനനെ അറിയിക്കുന്നത്? ഉത്തരം 10 കോടി. ലഭിച്ച നാണയം കൊണ്ട് വ്യാപാരം ചെയ്ത് 10 കോടി നേടിയ ഭൃത്യനോട് യജമാനൻ പറയുന്നതെന്താണ്? ഉത്തരം കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട്
10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്ന് താൻ എത്ര കോടി നേടിയിരിക്കുന്നു എന്നാണ് യജമാനനെ അറിയിക്കുന്നത്. ഉത്തരം 5 കോടി. വ്യാപാരം ചെയ്ത് 5 കോടി നേടിയ രണ്ടാമനോട് യജമാനൻ പറഞ്ഞതെന്ത്? ഉത്തരം 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. യജമാനൻ നൽകിയ നാണയം കൊണ്ട് വ്യാപാരം ചെയ്ത് ഒന്നാമൻ 10ഉം രണ്ടാമൻ 5ഉം സമ്പാദിച്ചപ്പോൾ വേറൊരുവൻ ചെയ്തത് എന്ത്? ഉത്തരം നാണയം തുണിയിൽ പൊതിഞ്ഞു വെച്ചു. യജമാനൻ നൽകിയ നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഭൃത്യൻ യജമാനനെ മനസ്സിലാക്കുന്നത് ആരായിട്ടാണ്? ഉത്തരം കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമായിട്ട്. തൻ്റെ നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഭൃത്യനെ യജമാനൻ വിളിക്കുന്നത് എന്ത്? ഉത്തരം ദുഷ്ടഭൃത്യ. യജമാനൻ താൻ നൽകിയ നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഭൃത്യനെ എന്തുകൊണ്ട് തന്നെ വിധിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്? ഉത്തരം അവൻ്റെ വാക്കുകൊണ്ട് തന്നെ. തൻ്റെ നാണയം ആരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് യജമാനൻ ഭൃത്യനോട് ചോദിക്കുന്നത്? ഉത്തരം പണമിടപാടുകാരെ. നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ആ ഭൃത്യനിൽ നിന്ന് ആ നാണയമെടുത്ത് ആർക്ക് കൊടുക്കണമെന്നാണ് യജമാനൻ ചുറ്റും നിന്നിരുന്നവരോട് കൽപ്പിച്ചത്? ഉത്തരം 10 നാണയമുള്ളവന്. നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ഭൃത്യനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കണമെന്ന യജമാനന്റെ അഭിപ്രായത്തോട് ചുറ്റും നിന്നിരുന്നവർ പ്രത്യുത്തരിക്കുന്നത് എന്താണ്? ഉത്തരം യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ, ഉള്ളവന് കൊടുക്കപ്പെടും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യേശുനാഥൻ ഇല്ലാത്തവരിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ്? ഉത്തരം ഉള്ളതുപോലും. വിശുദ്ധ ലൂക്ക 19-ാം അധ്യായം 26-ാം വാക്യം എന്ത്? ഉത്തരം ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശത്രുക്കളെ എന്തു ചെയ്യാനാണ് പ്രഭു കൽപ്പിക്കുന്നത്? ഉത്തരം തൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവാൻ. 10 നാണയങ്ങളുടെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു യാത്ര തുടർന്നത് എവിടേക്കാണ്? ഉത്തരം ജെറുസലേമിലേക്ക്. ഒലിവ് മലയ്ക്കരികെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ? ഉത്തരം ബേത്ഫഗെ, ബഥാനിയ. യേശു എത്ര ശിഷ്യന്മാരെയാണ് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത്? ഉത്തരം 2 ശിഷ്യന്മാരെ. 2 ശിഷ്യന്മാരെ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുന്ന യേശു അവിടെ എന്തിനെ കെട്ടിയിരിക്കുന്നത് കാണും എന്നാണ് പറയുന്നത്? ഉത്തരം ഒരു കഴുതക്കുട്ടിയെ. കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തത്. കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആർക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ് അവർ പറയേണ്ടത്? ഉത്തരം കർത്താവിന്. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ട് കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചതാര്? ഉത്തരം ഉടമസ്ഥർ. നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ഉടമസ്ഥർ ചോദിച്ചപ്പോൾ 2 ശിഷ്യന്മാർ നൽകിയ മറുപടി എന്ത്? ഉത്തരം കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശിഷ്യന്മാർ അതിൻ്റെ പുറത്ത് വിരിച്ചതെന്തായിരുന്നു? ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ. കഴുതക്കുട്ടിയുടെ പുറത്തും യേശു കടന്നു പോകുന്ന വഴിയിലും ശിഷ്യന്മാർ വിരിച്ചതെന്താണ്? ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ. യേശുനാഥൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ സന്തോഷിച്ചതാര്? ഉത്തരം ശിഷ്യഗണം മുഴുവൻ. ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് എന്തിനെ പ്രതിയാണ്? ഉത്തരം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി. ശിഷ്യഗണം ആർത്തു വിളിച്ചത് എപ്രകാരമാണ്? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക
എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം, ചില ഫരിസേയർ. ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് യേശു ഫരിസേയരോട് പറയുന്നത്? ഉത്തരം, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഏതു പട്ടണം കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഉത്തരം, ജെറുസലേം. ജെറുസലേം പട്ടണം ഈ ദിവസത്തിലെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് യേശു ആഗ്രഹിക്കുന്നത് എന്താണ്? ഉത്തരം, സമാധാനത്തിനുള്ള മാർഗങ്ങൾ. സമാധാനത്തിനുള്ള മാർഗങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ദൃഷ്ടിയിൽ നിന്നാണ്? ഉത്തരം, ജെറുസലേമിൻ്റെ. ജെറുസലേമിനു ചുറ്റും പാളയമടിച്ച് വളയുകയും എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കുകയും ചെയ്യുന്നത് ആരായിരിക്കും? ഉത്തരം, ശത്രുക്കൾ. കല്ലിന്മേൽ കല്ലു ശേഷിപ്പിക്കാതെ നശിപ്പിക്കപ്പെടുമെന്ന് യേശുനാഥൻ പ്രവചിക്കുന്ന പട്ടണം ഏത്? ഉത്തരം, ജെറുസലേം. നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്ന് യേശുനാഥൻ വിലപിക്കുന്നത് ഏതു പട്ടണത്തെക്കുറിച്ചാണ്? ഉത്തരം, ജെറുസലേമിനെ കുറിച്ച്. ദേവാലയത്തിൽ പ്രവേശിച്ച യേശു ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? ഉത്തരം, ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു കച്ചവടക്കാരോട് നിങ്ങൾ അതിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം, കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥം ഏത്? ഉത്തരം, യെശയ്യാ 56 അധ്യായം 7 വാക്യം. യേശു ദിവസവും ചെയ്തിരുന്ന പ്രവൃത്തി ഏത്? ഉത്തരം, അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. ആരൊക്കെയാണ് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. ജനങ്ങളെല്ലാം യേശുവിനെ വിട്ടുപോകാതെ നിന്നതിന് കാരണമെന്തായിരുന്നു? ഉത്തരം, യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി.